ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനത്തിനിരയായി ഗർഭിണികളാക്കപ്പെട്ട് ഗർഭചിത്രം നടത്തേണ്ടി വന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീര്, അതിൻ്റെ വിലയറിയുന്നത് കൊണ്ടാണ് ഒരമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു പ്രതികരണം ഉണ്ടായത്. എന്നാൽ എത്ര ക്രൂരമായിട്ടാണ് ആ ഉമാ തോമസിനെ ഈ ഷാഫിയുടെ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ കൈകാര്യം ചെയ്യുന്നത്. അവർ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീയോട് നിങ്ങളൊക്കെ അന്നേ മരിക്കേണ്ടതായിരുന്നു എന്നാണ്, നിങ്ങളൊന്നും ചത്തിട്ടില്ലേ എന്നാണ് ഷാഫിയുടെ അനുയായികൾ ചോദിക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് പറയാൻ, ഇത് ശരിയല്ല എന്ന് പറയാൻ കോൺഗ്രസിനകത്ത് നിന്ന് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? ഇപ്പോൾ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആശ ടീച്ചർ. ആശ ടീച്ചർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷങ്ങൾ കൊണ്ട് പിൻവലിച്ച് ഓടേണ്ടി വന്നു അവർക്ക്. അപ്പോൾ ഷാഫിയുടെ വെട്ടുകളിക്കൂട്ടങ്ങളുടെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇവരിപ്പോൾ ധരിക്കുന്നത് കുറച്ച് ദിവസം കൂടി ഇതൊക്കെ ഇങ്ങനെ അങ്ങ് തുടർന്ന് പോയാൽ, ഈ നിലയിൽ ഭീഷണിയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ആളുകൾ ഭയന്നിട്ട് പിന്മാറും എന്നാണ്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഇത്തരം അനീതിക്കെതിരായിട്ട് നവമാധ്യമങ്ങളിൽ കൂടിയും മറ്റും നേരിട്ടും പ്രതികരിക്കുന്ന ഒരാളെയും ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് പിൻവലിക്കാൻ വേണ്ടി കഴിയില്ല. ഇവർക്കെല്ലാം ആവശ്യമായ ശക്തമായ പിന്തുണ DYFയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഉമാ തോമസിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വെർബൽ റേപ്പിംഗ്, ഈ വെട്ടുകളിക്കൂട്ടത്തിൻ്റെ സൈബർ ആക്രമണത്തെ DYFI ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പിൽ MP ആണ്. ഷാഫിയാണ് ഈ സംഘത്തെ മുഴുവൻ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഫി ആദ്യഘട്ടത്തിൽ ബീഹാറിലേക്ക് മുങ്ങിയെങ്കിലും അവിടെ അധികകാലം നിൽക്കാൻ വേണ്ടി ഷാഫി കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നിട്ട് നേരെ വടകരയിൽ പോയി. ആളുകളെല്ലാം ധരിച്ചത് ഷാഫി ഇദ്ദേഹത്തെ തള്ളിപ്പറയും എന്നാണ്. പക്ഷേ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഷാഫി അവിടെ ചോദിച്ചത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ടോ, FIR നിലവിലുണ്ടോ, ആരെങ്കിലും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഷാഫി പച്ചക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ പണി ഷാഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമല്ല, സംഘടിതമായി ലക്ഷങ്ങൾ കൊടുത്ത് ആളുകളെ നിർത്തിയിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രമാത്രം പണം കിട്ടുന്നത്? ആലോചിക്കേണ്ട കാര്യമില്ലേ? ഇത്രമാത്രം PR വർക്കിന് പണം എവിടെ നിന്ന് കിട്ടുന്നു? ഈ പണത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായിട്ടുണ്ട്. ദുരന്ത ബാധിതരെ മുൻനിർത്തി പിരിച്ച പണം പൂർണ്ണമായും അക്കൗണ്ടിൽ വന്നിട്ടില്ല. അതാ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല. വയനാട് ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തി പിരിച്ച പണം പോലും ഈ വെട്ടുകളിക്കൂട്ടത്തിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇവൻ്റെ എല്ലാം തോന്നിവാസങ്ങൾ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള PR വർക്കിന് വേണ്ടിയിട്ടാണ് ഈ വയനാട്ടിലെയും മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തത്തെ മുൻനിർത്തി പിരിച്ച പണം ഉപയോഗപ്പെടുത്തുന്നത്. ഇതെല്ലാം ഗൗരവമായ പ്രശ്നം തന്നെയാണ്.